ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ചിക്കനിലാണ് മലൂത്ത് ഉണ്ടാക്കൽ. ഇത് നമ്മൾ ബീഫ് വെച്ചിട്ടാണ് മലൂത്ത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ സവാള പൊരിച്ചെടുക്കുന്ന അതേപോലെ തന്നെയാണ്. അത് പൊരിച്ചിട്ടൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ ഓയിൽ തന്നെ ഒരു 3 കഷ്ണം പട്ട, അതുപോലെ ഒരു 5-6 ഏലക്കായ, ഒരു 8-10 ഗ്രാമ്പു ഇട്ടിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ടൊമാറ്റോ കെച്ചപ്പല്ല, പേസ്റ്റാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 തക്കാളി നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ്, അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കിലോ റൈസ് 1 കിലോ ബീഫ് എന്നുള്ളത് ഒരു അളവുക്കുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അരിയുടെ ഇറച്ചിയുടെ ഒക്കെ അളവ് കൂട്ടുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അളവ് കൂട്ടിയെടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാതിരിക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ അതങ്ങോട്ട് പൊടിഞ്ഞു പോകും. കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ബീഫും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അറബിയൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള കപ്സ മസാല, മന്തി മസാല ഒക്കെ അല്ല, അതാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മാഗി ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇത് ബീഫ് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 3-4 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നതിന് ശേഷം നമ്മളിതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ ഒരു ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കീറൊന്നും വേണ്ട, മുഴുവനായിട്ട് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റാണോ നോക്കുക, ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അത് നമ്മൾ വെള്ളം വാർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സെല്ലയുടെ ഗോൾഡാണ് എടുത്തിട്ടുള്ളത് റൈസ്. അപ്പോൾ ബസ്മതി റൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ റൈസ് എടുക്കുക. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ അടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 വിസിൽ അടിച്ചതിന് ശേഷം നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ കളയാണ്ട് അങ്ങനെ വെക്കുക. പ്രഷർ പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും വേവൊക്കെ. അതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചൂടോട് കൂടി ഇളക്കണ്ട, കുറച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസൊക്കെ ഒന്നൊന്ന് തൊടാതെ തന്നെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വിളമ്പിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സവാള അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ആ സവാളയുടെ ആ ഒരു ക്രിസ്പ്നെസ് പോകാണ്ട് വേണം നമ്മൾ കഴിക്കുമ്പോൾ കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇത് ചേർക്കാത്തത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബീഫ് വെച്ചിട്ടുള്ള ഈ മലൂത്ത് സൂപ്പർ ടേസ്റ്റാണ്. ഈ ഫ്രൈഡ് ഓണിയനും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.